130ാമത് മാരാമൺ കൺവെൻഷൻ ഫെബ്രുവരി 9 മുതൽ 16 വരെ പമ്പ മണൽപ്പുറത്ത് തയ്യാറാക്കുന്ന പ്രത്യേക പന്തലിൽ നടക്കും. 9 ഉച്ച കഴിഞ്ഞ് 2:30 മാർത്തോമ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ പീലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കുമെന്നും കൺവെൻഷന് നേതൃത്വം നൽകുന്ന സഭയുടെ മിഷണറി പ്രസ്ഥാനമായ സുവിശേഷ പ്രസംഗ സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർത്തോമ സഭയിലെ ബിഷപ്പുമാരെ കൂടാതെ അഖില ലോക സഭാ കൗൺസിൽ ജനറൽ സെക്രട്ടറി റവറൻ ഡോക്ടർ ജെറി പിള്ളെ സ്വിറ്റ്സർലാൻഡ്, കൊളംബിയ തിയോളജിക്കൽ സെമിനാരി പ്രസിഡന്റ് റവറൻ ഡോക്ടർ വിക്ടർ അലോയോ, ഡോക്ടർ രാജ്കുമാർ രാംചന്ദ്രൻ ന്യൂഡൽഹി എന്നിവരാണ് ഇക്കൊല്ലത്തെ മുഖ്യ പ്രസംഗകരെന്ന് കൺവെൻഷൻ സംഘാടകരായ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി റവറന്റ് എബി ജെ ജോഷ്വ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 14 രാവിലെ 9:30 എക്യുമെനിക്കൽ സമ്മേളനത്തിന് വിവിധ സഭാ മേലധ്യക്ഷന്മാർ പങ്കെടുക്കും. അഖില ലോക സഭാ കൗൺസിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജെറി പിള്ളെ മുഖ്യ സന്ദേശം നൽകും. ഉച്ചകഴിഞ്ഞുള്ള ലഹരി വിമോചന സമ്മേളനത്തിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മുഖ്യ സന്ദേശം നൽകും. വൈകുന്നേരം 6 സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പ്രത്യേക സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പ്രസംഗിക്കും. തിങ്കൾ മുതൽ രാവിലെ 9:30 വൈകുന്നേരം 6 പൊതുയോഗങ്ങൾ ഉണ്ടാകും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കുടുംബവേദി യോഗങ്ങൾ ഉച്ചകഴിഞ്ഞ് 2:30 വ്യാഴാഴ്ച സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെയും വെള്ളിയാഴ്ച സേവികാ സംഘത്തിന്റെയും ശനിയാഴ്ച സുവിശേഷ പ്രസംഗ സംഘത്തിന്റെയും യോഗങ്ങൾ നടക്കും. വ്യാഴം മുതൽ ശനി വരെ വൈകുന്നേരം 4 യുവവേദി യോഗങ്ങൾ ആരംഭിക്കും. ബുധൻ മുതൽ ശനി വരെ രാത്രി 7:30 മുതൽ 9 വരെ ഹിന്ദി, മറാഠി, തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷാ അടിസ്ഥാനത്തിലുള്ള പ്രത്യേക മിഷൻ ഫീൽഡ് കൂട്ടായ്മകൾ കൺവെൻഷൻ പന്തലിൽ നടക്കും. പതിവ് പോലെ മാർത്തോമാ സഭയുടെ മിഷണറി പ്രസ്ഥാനമായ സുവിശേഷ പ്രസംഗ സംഘമാണ് മാരാമൺ കൺവെൻഷന് ഇത്തവണയും നേതൃത്വം നൽകുന്നത്. ലേഖക സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം പി മാത്യു, സഞ്ചാര സെക്രട്ടറി റവറൻ ജിജി വർഗീസ്, ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, കൺവീനർമാരായ തോമസ് കോശി, ടിജു എം ജോർജ്, കമ്മിറ്റി അംഗങ്ങളായ പി അച്ചൻകുഞ്ഞ്, ഗീത മാത്യു, ജോർജ് കെ നൈനാൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഷിഗ്ന ന്യൂസ്, പത്തനംതിട്ട.